കോൺഗ്രസിന്റെ ഒരു ജനനേതാവിനെ എന്ത് തരത്തിലും അധിക്ഷേപിക്കാം എന്നാണോ കരുതുന്നത്? അയാളെ പുണ്യാളിനെ പോലെ ജനങ്ങൾ നിങ്ങളുടെ നേതാക്കളെ കൊണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊണ്ടോ ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ കല്ലറയിൽ പോയിട്ട് നിൽക്കുന്ന സാധാരണ ജനം ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലെന്ന്. അത് സ്വാഭാവികമല്ലേ? അത് ഇവിടുത്തെ ഭരണകൂടം പരാജയപ്പെടുമ്പോഴല്ലേ ആ കല്ലറയിലൊക്കെ പോയി, മനുഷ്യന്റെ കല്ലറയാണെങ്കിൽ പോലും അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ ഭരണകൂടം പരാജയപ്പെടുമ്പോഴാണ്. അതിന് നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമുണ്ട്. ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പരാജയമല്ലേ? അതുപോലെ നിന്റെയൊക്കെ നേതാക്കളുടെ ശവകുടീരങ്ങളിലേക്ക് പട്ടി പെറ്റു കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുത്തനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? കോൺഗ്രസിന്റെ അടുത്ത കാലത്ത് മരണപ്പെട്ട നേതാവിന്റെ കല്ലറ കാണാനായിട്ട് ജനം ഒഴുകിയെത്തുന്നു. അത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടാ. 2 കൊല്ലമായിട്ടും അത് തീരുന്നില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ നേതാക്കളോട് ആ പ്രിയമില്ലെങ്കിൽ അത് നിങ്ങളുടെ നേതാക്കളുടെ കുഴപ്പം, നിങ്ങളുടെ പാർട്ടിയുടെ കുഴപ്പം. അതിന് കോൺഗ്രസിന്റെ ജനപ്രിയ നേതാക്കളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? പുണ്യാളനെ ഒന്നും ആക്കാൻ പറ്റില്ല അരുണേ.